ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് യാത്ര പോവുകയാണ് വീണ്ടും. കഴിഞ്ഞ ആഴ്ച പോയ പോലെ തന്നെ ഇന്നും ഒരു ലോങ് ട്രിപ്പാണ്. ഇന്ന് പോകുന്നത് നമ്മൾ വാദി അൽ ഹാൽ എന്ന സ്ഥലത്താണ്. അത് മസ്കറ്റിൽ നിന്നും കുറച്ച് അകലെയാണ്. രണ്ട് സൈഡും പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ മാത്രമേ ഉള്ളൂ. വീടുകളോ അങ്ങനത്തെ കടകളോ കുറവാണ് ഇവിടെയൊക്കെ. പിന്നെ പ്രൈവറ്റ് ബസ് കുറച്ചേ ഉള്ളൂ. ഇനി ഈ പോകുന്നത് തന്നെ സ്ട്രെയിറ്റ് റോഡ് തന്നെ. ഈ ഫ്രണ്ട് കാണുന്ന വലിയ കുന്ന് പോലത്തെ സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകേണ്ടത്. വണ്ടി പോകുന്നത് തന്നെ 100-110 നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത് തന്നെ. രണ്ട് സൈഡിലും ഫുള്ള് മരങ്ങളും ഇതും മാത്രമേ ഉള്ളൂ. വേറെ ഒരു വീടോ അങ്ങനത്തെ ഒന്നുമേ ഇല്ല ഇവിടെ. പണ്ട് കാലത്ത് ഇവിടെ ഈ ഏരിയകളൊക്കെ കടലായിരുന്നു ആദ്യം. അപ്പോൾ അതൊക്കെ മൊത്തം ഇറങ്ങിപ്പോയി. ഇങ്ങനെ കര മാത്രമായിട്ട് ബാക്കി കിടന്നു. അതാ ഈ കാണുന്ന ഈ കുന്നും മലയൊക്കെ പണ്ടത്തെ ഈ കടലിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഞങ്ങളൊരു വൈകിട്ട് 4 മണി 3:30 ടൈം ആകുമ്പോൾ ഇറങ്ങിയതാണ്. ഒമാൻ ടൈമാണ്. ഒമാൻ ടൈം 4:30-3 മണിക്ക് ഇറങ്ങിയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണം. ഞങ്ങൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. കാണാൻ നല്ല ഒരു ഭംഗിയുള്ള ഏരിയ ആണെന്ന് പറഞ്ഞു എല്ലാവരും. ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്നില്ലേ ഈ പുല്ലുകളൊക്കെ വണ്ടി കയറ്റി പോകുന്നത്? അതേ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ ഈ വണ്ടി കാണുമ്പോൾ. രണ്ട് സൈഡ് ഫുള്ള് മലകളും നല്ല നിരന്ന് ഈ ഇറക്കം പിന്നെ കയറ്റം അതേപോലത്തെ റോഡൊക്കെയാണ് ഇവിടെ. പിന്നെ പ്രത്യേക സ്ഥിതിക്ക് ഈ റോഡുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ പലതും പല റൂട്ട് പോലെയാണ് കാണുന്നത്. നേരെ നമ്മൾ നല്ല സ്പീഡിൽ പോയാൽ എന്തെങ്കിലും അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡ്രൈവ് കെയർഫുള്ളി. റോഡ് നല്ല അടിപൊളി റോഡാണ്. അതുകൊണ്ട് നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല രണ്ട് സൈഡും നല്ല റോഡാണ്. നല്ല ട്രാഫിക്കൊന്നുമില്ല. ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീട് കാണുന്നത്. 2-3 വീട് മാത്രമേ ഉള്ളൂ. ബാക്കി പണിയെന്തോ നടക്കുന്നുണ്ട്. അതും കുറച്ച് ആൾത്താമസമൊക്കെ കുറവാണ്. പിന്നെ വെച്ചാൽ ഇവിടെ ഈ സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്ത് റേഞ്ച് തീരെ ഉണ്ടാവില്ല. റോമിങ് ഏരിയ ആണ് മൊത്തം. നമ്മൾ യൂസ് ചെയ്യുന്ന സിം വരെ റോമിങ് ആവുന്നതാണ്. ഒമാൻ നമ്മൾ പോകുന്നതിന് ഒരു തമിഴ്നാടിൻ്റെ ഫീലിംഗ്, പിന്നെ അതേപോലെ തന്നെ ഈ പഴമകളുടെ ഓർമ്മകളാണ് മെയിനായിട്ട് ഈ ഒമാനിൽ പരിസരങ്ങളിൽ കാണുന്നത്. പഴയകാല ഓർമ്മകൾ മാത്രം ബാക്കി വെച്ചുള്ള ഒരു ഏരിയ മൊത്തമാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ സ്ഥലത്ത് എത്താനായിട്ടുണ്ട്. അവിടുന്ന് ചെറിയൊരു ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വഴിയില്ല. കാരണം വെച്ചാൽ ഇതൊരു ഉള്ളു ഏരിയയിലേക്കാണ് കയറി പോകേണ്ടത്. നമ്മളിവിടുന്ന് കുറച്ച് ദൂരം കൊണ്ട് ഡിസ്റ്റൻസ് സഞ്ചരിച്ചാൽ നമുക്ക് അതിലൂടെ എത്താനാണ്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ആദ്യമേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വഴിയൊക്കെ അറിയാം. അവരൊക്കെയാണ് ഈ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മളങ്ങോട്ടേക്ക് വഴി മാറുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കട്ട് റോഡാണ്. കുറച്ച് ഓഫ് റോഡ് റോഡൊക്കെയാണ് ഇതൊക്കെ. ഇവിടെ മൊത്തം ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ മാത്രമാണ് കാണുന്നത്. അവശിഷ്ടങ്ങളും വീടുകളും ഒരു പഴയ മോഡൽ വീടുകൾ മാത്രമാണ്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് വണ്ടി നിർത്താം. എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാം, പക്ഷേങ്കിൽ
ലോഡ് ചെയ്ത് ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റില്ല, വണ്ടി വലിയ കാര്യമില്ല. പിന്നെ നമ്മൾ ബാക്കി എല്ലാവരും ഇറക്കി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഉണ്ടോ ഇതിൻ്റെ റോഡ് കണ്ടോ, ഓഫ് റോഡാണ്. എങ്കിൽ തന്നെ ഫ്രണ്ട് കാണാൻ നമുക്ക് കുറച്ച് പ്രശ്നമുണ്ട്. കയറി പോകുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ കിട്ടുന്നില്ല ഫ്രണ്ടിലേക്ക്. നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്, അത് ഒമാനിൽ വന്നിട്ട്. ഇതിപ്പോൾ നമ്മുടെ നാട് പോലെ തന്നെയാണ്, കുറേയൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നാട്ടിലൊരു ഫീലിങ് അതേപോലെയാണ് ഇവിടെ. തെങ്ങും വാഴ അതുപോലത്തെ സാധനമൊന്നും ഇല്ലെങ്കിലും പന അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു നാച്ചുറൽ ഫീലിങ്. ഒരു റോഡ് നിർമ്മിച്ചാണ്, രണ്ട് മണ്ണൊക്കെ എടുത്ത് മാറ്റി നിർമ്മിച്ച സ്ഥലമാണ്. കാരണം സ്ലിപ്പാവുന്നുണ്ട് വണ്ടി അധികവും. ചരട് പോലത്തെ ഈ കല്ലാണ് ചെറിയ. നമുക്കിനി അധിക ദൂരം പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം വെച്ചാൽ മുകളിലോട്ട് നമുക്ക് കുറച്ച് പോകേണ്ടത്, അവിടെ വണ്ടി എത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സ്പേസിൽ ഇവിടെ വണ്ടി സൈഡാക്കി വെക്കാം. ബാക്കി എല്ലാവരും നടന്നു വരികയാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ താഴെ വണ്ടി നിർത്തി, എന്നിട്ട് കുറച്ച് കയറ്റമുണ്ട്, ചെറിയ കയറ്റം കയറി വന്നിരിക്കുകയാണ്. വെള്ളമൊക്കെ കുറവാന്ന് പറഞ്ഞു എല്ലാവരും. ചെന്ന് നോക്കിയിട്ട് എന്താ നോക്കും. അതായത് താഴെയാണ് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത്. നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന കുളത്തിനും പുഴയ്ക്കൊക്കെ കളർ കണ്ടില്ലേ വെള്ളത്തിൻ്റെ. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ വെള്ളം കാണുന്നില്ലേ, ഒരു ലൈറ്റ് ഇളം നീല കളർ വെള്ളം, അതേ കളറാണ് ഇവിടുത്തെ ഈ വാദി അൽ ഹൽ എന്ന സ്ഥലത്ത്. ഈ ചെറിയൊരു പോണ്ട് പോലത്തെ സ്ഥലമാണ്, ഒരു വെള്ളം കെട്ടിയുണ്ടാക്കി നിർത്തി ഒരു സ്ഥലമാണ്. കളർ നിങ്ങൾ വ്യത്യസ്തമായൊരു കളറാണ്. എല്ലാവരും ഇവിടെ തീർച്ചയായും വരണം. നല്ലൊരു വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെ വന്നാൽ. നമുക്ക് കുളിക്കാനും എന്നും നമുക്കൊണ്ട് പറ്റും. ഒരു ഗ്രില്ല് ചുടാനോ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാനും ആക്ടിവിറ്റീസ് ചെയ്യാനും ഇവിടെ പറ്റുന്നതാണ്. ഇവിടെ വരാനുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ വരാം. അപ്പോൾ ഗൈസ്, ഞാനും ഒന്ന് കുളിച്ചിട്ട് നീരാടിയിട്ടൊന്ന് വരാം. അപ്പോൾ അതുവരെ കുറച്ച് ബ്രേക്ക് എടുക്കാം. അതായത് നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിരിക്കും, ഞാൻ ഒന്ന് നീരാടട്ടെ. ഇവിടെ കണ്ടോ ചെറിയൊരു തവള കണ്ടോ? നമ്മൾ ഒമാനിൽ വ്യത്യസ്തമായ കണ്ടൊരു തവളയാണ്.
Wadi hal-hal. നമ്മുടെ ആടുകളൊക്കെ മേഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് റിട്ടേൺ വരികയാണ്. അവർ പോകുന്നൊരു കാഴ്ച തന്നെയാണ്. അവർ കുന്നും മലയൊക്കെ കയറി ഇറങ്ങി പോവുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവർ കയറി പോകുന്നത് നമ്മൾ സാധാരണ ഈ മലയുടെ മുകളൊക്കെ പോകുമ്പോൾ ഈ പാറക്കൂട്ടങ്ങളൊക്കെ കണ്ടില്ലേ, ഈ അവർ പോകുന്നത് കണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഈ മലേൻ്റെ സൈഡിൽ കൂടി അവരൊക്കെ പോകുന്നത് നല്ല രസമാണ് പോകുന്നത് കാണുന്നത് തന്നെ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ട്രിപ്പിംഗ് ഇവിടെ അവസാനിക്കാനും കാരണം ലൈറ്റൊക്കെ കുറഞ്ഞിരിക്കുന്നുണ്ട്. ലേറ്റായി, ഇപ്പം തന്നെ 6 മണി ആകാനായി. അപ്പോൾ നമ്മൾ വീട്ടിലേക്കല്ല റൂമിലേക്ക് പോകാൻ ടൈമായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇതുവരെ ഗുഡ് ബൈ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും കമൻസോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ്സ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയറും ചെയ്യുക.